ഈശോയുടെ തിരുഹൃദയം പാപപരിഹാരം ചെയ്യുന്ന ഹൃദയമാണ്. എന്താണ്? ഈശോയുടെ തിരുഹൃദയം പാപപരിഹാരം ചെയ്യുന്ന ഹൃദയമാണ്. നമുക്കറിയാം, ഈശോയ്ക്ക് വേണ്ടി ഈശോ പാപപരിഹാരം ചെയ്യേണ്ടതില്ല. കാരണം ഈശോയിൽ പാപമില്ല. ഈശോ പരിഹാരം ചെയ്തത് മുഴുവൻ ആരുടെ പാപത്തിന് പരിഹാരമായിട്ടാണ്? അപരന്റെ പാപത്തിന് പരിഹാരമായി ഈശോ പാപപരിഹാരം ചെയ്തു. ഇനി നമ്മുടെ ഹൃദയവും എങ്ങനെയുള്ള ഹൃദയമാകണം? പാപപരിഹാരം ചെയ്യുന്ന ഹൃദയമാകണം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈശോയെ എന്റെ ഹൃദയത്തെ നിന്റെ ഹൃദയം പോലെ ആക്കണമെന്നല്ലേ? അപ്പൊ ഈശോയുടെ ഹൃദയം പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്ന ഹൃദയമാണ്. നമുക്കറിയാം, ഈശോയുടെ തിരുഹൃദയത്തിൽ ഉള്ള ചില അടയാളങ്ങൾ എന്തൊക്കെയാണ്? ഈശോയുടെ തിരുഹൃദയത്തിൽ ചില അടയാളങ്ങളില്ലേ? എന്തൊക്കെയാണത്? മുള്ളുകളുടെ കിരീടം. ഈശോ തന്റെ തിരുഹൃദയം 1673 ഡിസംബർ മാസം 27-ാം തീയതി മാർഗരറ്റ് മേരി അലക്കോക്കിന് തന്റെ ഹൃദയം കാണിച്ചു കൊടുത്തപ്പോൾ ആ ഹൃദയം മുള്ളുകളുടെ കിരീടമുള്ള ഒരു ഹൃദയമാണ്. നമ്മളൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്ന കിരീടം ഏത് കിരീടമാണ്? റോസപ്പൂവിന്റെ കിരീടമാണ്. ആണോ? അതിന്ന് മുള്ളു മുറിച്ച് കളയണം. അല്ലെങ്കിൽ ഇല്ലേ, പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു സാധനം വെക്കുമായിരുന്നല്ലോ കല്യാണത്തിനൊക്കെ. അച്ഛന്റെ അമ്മച്ചിയുടെ കല്യാണ ഫോട്ടോയിലുണ്ടത്. ഇപ്പൊ അത് കാണുന്നില്ല. നെക്ലസ് എന്ന് പറയുന്നത് കഴുത്തിലിടുന്നത്. തലയിൽ ഇങ്ങനെ വെക്കുന്നതിന് എന്താ പറയുന്നത്? ക്രൗൺ. അത്ര ഉള്ള ക്രൗൺ വെക്കുകയാണ്. എങ്ങനെയുള്ള, എന്തുകൊണ്ടാണ് ക്രൗൺ വെക്കുന്നത്? ഇപ്പോഴും ക്രൗൺ വെക്കുന്നുണ്ട്. അത് വാടകയ്ക്ക് എടുത്തിട്ട് വെക്കുന്നതാണ്. കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കണം. മേക്കപ്പ് മാന് തിരിച്ചു കൊടുക്കണം, അല്ലേ? എല്ലാവരും മനസ്സിലായല്ലോ അല്ലേ? തലയിൽ വെച്ചെന്നാണ് ആരും അപ്പൊ തന്നെ ചിന്തിച്ചോളണം. ഇത് ആരെങ്കിലും തലയിൽ ക്രൗൺ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എന്ത് ചിന്തിച്ചോളണം? വാടകയ്ക്ക് എടുത്താക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് ഈശോയുടെ തിരുഹൃദയത്തിന്റെ കിരീടം ഏത് കിരീടമാണ്? മുള്ളുകളുടെ കിരീടമാണ്. എന്തിനാണ് ഈശോ തന്റെ ഹൃദയത്തിൽ മുള്ളുകളുടെ കിരീടം വെച്ചിരിക്കുന്നത്? മനുഷ്യന്റെ പാപങ്ങൾ. മാർഗരറ്റ് മേരി അലക്കോക്കിനോട് ഈശോ പറഞ്ഞു, മനുഷ്യന്റെ പാപങ്ങൾ എന്റെ ഹൃദയത്തെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്ന് നിന്നെയും മനുഷ്യകുലത്തെയും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ മുള്ളുകളുടെ കിരീടം വെച്ചിരിക്കുന്നതെന്ന്. ഹല്ലേലൂയ. ഈശോയുടെ തിരുഹൃദയത്തിൽ മുള്ളുകളുടെ കിരീടമുള്ളത് എന്തിനാണ്? ഈ മനുഷ്യന്റെ പാപങ്ങൾ ഈശോയെ എത്രമാത്രം, ഈശോയുടെ ഹൃദയത്തെ എത്രമാത്രം വേദനിപ്പിക്കുന്നു. നമ്മൾ തല്ലുപിടിക്കുന്നത്, നമ്മൾ വഴക്ക് കൂടുന്നത്, നമ്മൾ ജഡികമായ അഭിലാഷങ്ങളുടെ പിറകെ പോകുന്നത്, നമ്മൾ കൽപ്പനകൾ ലംഘിക്കുന്നത്, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്, തിന്മകൾ പ്രവർത്തിക്കുന്നത്, പ്രാർത്ഥിക്കാൻ കർത്താവിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുന്നതൊക്കെ ആയിട്ടുള്ള പാപങ്ങള് ഈശോയുടെ ഹൃദയത്തെ എത്രമാത്രം വേദനിപ്പിക്കുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കാനാണ് പ്രിയപ്പെട്ടവരെ ഈശോയുടെ തിരുഹൃദയത്തിൽ ആ മുള്ളുകളുടെ കിരീടമുള്ളത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഫോട്ടോയുണ്ട്. ഈശോയുടെ തിരുഹൃദയ ഫോട്ടോ ഉള്ളവരൊക്കെ ഒന്ന് കൈവക്കിയേ. എല്ലാവരുടെയും വീട്ടിലുണ്ട്. ആ തിരുഹൃദയത്തിൽ ഈ മുള്ളിന്റെ കിരീടമുള്ളത് ശ്രദ്ധിക്കാൻ മറക്കരുത്. നമ്മൾ ആ തിരുഹൃദയത്തിൽ തൊട്ടുമുത്തുന്നതാണ്. പക്ഷെ നമ്മൾ തൊട്ടുമുത്തുമ്പോ ആ മുള്ള് നമ്മുടെ കയ്യിൽ സ്പർശിക്കാത്തത് കൊണ്ട് നമുക്ക് വേദന എടുക്കുന്നില്ല. മുള്ള് നമ്മുടെ കയ്യിൽ മുട്ടുമ്പോഴേ നമ്മൾ അതിന്റെ വേദന അറിയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ ഹൃദയം നമുക്ക് വേണ്ടി പാപപരിഹാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. രണ്ടാമതായി ഈശോയുടെ ഹൃദയത്തിൽ എന്തുണ്ട്?
കുരിശുണ്ട്, തീജ്വാലയുണ്ട്. തീജ്വാലയിൽ നിന്നൊരു കുരിശ് പൊന്തി നിൽക്കുകയാണ്. തീജ്വാലയിൽ നട്ടുവച്ചിരിക്കുന്ന ഒരു കുരിശിനെ കാണുന്നില്ലേ? ഉണ്ടോ? ഉണ്ട്. അതെന്തിന്റെ പ്രതീകമാണ്? മനുഷ്യനോടുള്ള അടങ്ങാത്ത സ്നേഹത്താൽ കത്തിയെരിയുന്ന അവസ്ഥയുടെ പ്രതീകമാണ്. ഈശോയുടെ ഹൃദയം നമ്മളോടുള്ള സ്നേഹത്താൽ കത്തിയെരിയുകയാണ്. അതാണ് ആ തീ. ഈശോയുടെ തിരുഹൃദയത്തിൽ തീ കാണുകയാണ്. നമുക്ക് തീ കണ്ടാലും കൊള്ളാം, വെള്ളം കണ്ടാലും കൊള്ളാം, നമ്മളൊന്നും ബാധിക്കുന്നില്ല. ഈ തീ എന്ന് പറയുന്നത് എന്നോടുള്ള സ്നേഹത്തിൽ, അടങ്ങാത്ത സ്നേഹത്താൽ കത്തിയെരിയുന്ന ഒരു ഹൃദയത്തിന്റെ പ്രതീകമാണ്. പ്രിയപ്പെട്ടവരെ, ആ തീയിൽ നട്ടുവെച്ചിരിക്കുന്ന, കുത്തി നിർത്തിയിരിക്കുന്ന കുരിശോ, അത് സ്നേഹത്തിനായി സഹിച്ച കുരിശാണ്. പാപത്താൽ മരിച്ച മനുഷ്യന് ജീവൻ നൽകാൻ വേണ്ടി ഈശോയുടെ കുരിശ് കാണുമ്പോഴൊക്കെ നമ്മൾ ഇത് ഓർക്കണം. ഞാൻ പാപത്താൽ മരിച്ച ഒരു മനുഷ്യനാണ്. പാപത്തിൽ മരിച്ച മനുഷ്യനായ എനിക്ക് ജീവൻ തരാൻ വേണ്ടി ഈശോ സ്വയം തന്റെ ജീവൻ ഹോമിക്കുകയാണ്. അതാണ് കുരിശ്. അപരന് ജീവൻ ഉണ്ടാകാൻ വേണ്ടി ഞാൻ മരിക്കുകയാണെന്ന് പറയുന്നതിന്റെ യാഥാർത്ഥ്യമാണ് കുരിശ്. She's been coming for 3 months. And? Nothing changes. Some people just